ഹലോ ഫ്രണ്ട്സ്, മാർക്കറ്റ് ഡ്രോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കീ ടേക്ക് അവേസ് ഫ്രം ദ ട്രേഡിംഗ് ഇൻ ദ സോൺ. അതായത് ഒരു ട്രേഡർ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട 20 ഉൾക്കാഴ്ചകൾ, ഇൻസൈറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് ചിലപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഓപ്ഷൻ ബൈ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങും ആയിക്കോട്ടെ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സെറ്റപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പൈസ നഷ്ടപ്പെടുത്തുന്നത്? അവിടെ നിങ്ങളെ ഫാക്ടറായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ സൈക്കോളജി എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നഷ്ടം വരുത്താനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവായിരിക്കും. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഈ 20 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. സോ നിങ്ങൾ ഭാവിയിൽ ഇനി ഈ പുസ്തകം വായിച്ചിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾ ഈ ഒറ്റ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് പറയുന്ന ബുക്കിൻ്റെ ആ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയുകയാണ്, നമ്മൾ ഡിസിപ്ലിൻഡ് ട്രേഡർ എന്ന് പറയുന്ന, അതായത് ഈ ഓതർ മാർക്ക് ഡഗ്ലസിൽ തന്നെ എഴുതിയിട്ടുള്ള ഡിസിപ്ലിൻഡ് ട്രേഡർ എന്ന് പറയുന്ന പുസ്തകത്തിനെ പറ്റിയിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, മാസ്റ്റർ ദ മാർക്കറ്റ് വിത്ത് കോൺഫിഡൻസ്, ഡിസിപ്ലിൻ ആൻഡ് എ വിന്നിങ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആരാണ് മാർക്ക് ഡഗ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, മാർക്ക് ഡഗ്ലസ് അദ്ദേഹം ജനിച്ചത് 1948, മരണപ്പെട്ടത് റീസെൻ്റ് ആയിട്ട് 2015. ഓക്കെ, വാസ് എ പയോണിയർ ഇൻ ട്രേഡിംഗ് സൈക്കോളജി. അതായത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ട്രേഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റി മാത്രം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ബുക്ക് ഡിസിപ്ലിൻഡ് ട്രേഡർ. നമ്മൾ പറഞ്ഞല്ലോ, ഡിസിപ്ലിൻഡ് ട്രേഡർ എന്ന് പറയുന്നത് അത്രത്തോളം, അതായത് ഒരുപാട് ട്രേഡേഴ്സിനെ ഹെൽപ്ഫുൾ ആക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് പോലും വായിച്ചിട്ടുണ്ടാകുന്ന ഒരു പുസ്തകമാണ് ഡിസിപ്ലിൻഡ് ട്രേഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷമാണ് അദ്ദേഹം ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. വിത്ത് ഡെക്കേഡ്സ് ഓഫ് എക്സ്പീരിയൻസ് ഓൺ കോച്ചിങ് ട്രേഡേഴ്സ്. അതായത് ഒരുപാട് ട്രേഡേഴ്സിനെ അദ്ദേഹം കോച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ട്രേഡേഴ്സിൻ്റെയും സൈക്കോളജി എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നതാണ്. ഓക്കെ, ഹി ഫോക്കസ്ഡ് ഓൺ ഹെൽപ്പിംഗ് ദം മാസ്റ്റർ ദർ മൈൻഡ് സെറ്റ്. അവരുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മെച്ചപ്പെട്ടാൽ അവർക്ക് ട്രേഡിങ്ങിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു പണി കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ബിൽഡ് ഇമോഷണൽ ഡിസിപ്ലിൻ. അച്ചടക്കത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അദ്ദേഹത്തിന് ട്രേഡിങ്ങിൽ ശക്തമായിട്ട് അറിയാം. സോ അത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ആൻഡ് എലിമിനേറ്റ് സെൽഫ് സബോട്ടേജിങ് ബിഹേവിയർ. His timeless insights remain essential reading for anyone serious about achieving consistency and successful in trading. അതായത് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് വിജയിക്കണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഡിസിപ്ലിൻഡ് ട്രേഡറും വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ബുക്ക് എല്ലാ ട്രേഡേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറയാൻ കാരണം, ട്രേഡിംഗ് സക്സസ് ഈസ് 80% മൈൻഡ് സെറ്റ് ആൻഡ് 20% സ്ട്രാറ്റജി. അതായത് നിങ്ങൾ ഒരു ഹോളി ഗ്രെയിൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി പഠിച്ചു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡറിൻ്റെ അടുക്കൽ നിന്ന് നല്ല രീതിക്കുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടി. ഏകദേശം ഒരു 70 to 80% ആക്യുറസി ഉള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ കൂടി നിങ്ങൾ ട്രേഡിങ്ങിൽ പരാജയപ്പെടും. ഓക്കെ, അതിൻ്റെ കാരണം എന്താണ്? ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക്ക് ഉള്ള പ്രാധാന്യം, ട്രേഡിങ്ങിലെ സ്ട്രാറ്റജിക്ക് ഉള്ള പ്രാധാന്യം എന്ന് പറയുന്നത് കേവലം 20% മാത്രമാണ്. ബാക്കി 80% നിങ്ങളുടെ സൈക്കോളജിയാണ് ഇവിടെ വർക്കാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ വളരെ ഇനീഷ്യലായിട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു 5000 രൂപ ഇട്ടിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കാം. അത് ഓപ്ഷൻ ട്രേഡിംഗ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ട്രേഡിംഗ് നിങ്ങൾ എടുത്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ ഒരു ട്രേഡിങ്ങിൽ നിങ്ങൾ ഒരു പ്രോഫിറ്റ് കാണുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങും. അത് ഞാനിപ്പോൾ പറയുന്നത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയിലാണ് പറയുന്നത്. നിങ്ങൾ പ്രോഫിറ്റ് കാണുമ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങും.
ലോസ് ആണെങ്കിലോ നിങ്ങൾ 5000 വൈപ്പ് ഔട്ട് ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതാണ് ഇവിടെ പറയുന്നത്. ട്രേഡിംഗ് എന്ന് പറയുന്നത് സൈക്കോളജിയാണ് 80% ഒരാളെ വിജയിപ്പിക്കുന്നത്. മോസ്റ്റ് ട്രേഡേഴ്സ് ഫെയിൽ നോട്ട് ഡ്യൂ ടു ലാക്ക് ഓഫ് നോളജ്. അവർ കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം നല്ലൊരു ട്രേഡർ എടുക്കുന്ന ചിലപ്പോൾ കോഴ്സിനൊക്കെ പൈസ കൊടുത്തിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും അവർ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? സൈക്കോളജി തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ബുക്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ ദിസ് ബുക്ക് ടീച്ചേഴ്സ് യു ഹൗ ടു തിങ്ക് പ്രോബബിലിറ്റീസ് ആൻഡ് സ്റ്റേ കാം ഇൻ ഷോസ്. അതായത് പ്രശ്നങ്ങൾ, അതായത് ട്രേഡിങ്ങിൽ ഓരോ പ്രോബ്ലംസ് വരുമ്പം നിങ്ങൾ എങ്ങനെ നേരിടണം എന്നൊക്കെയാണ് ഈ ബുക്കിൽ പറയുന്നത്. ഈ ബുക്ക് എന്ന് പറയുന്നത് നല്ല ലെങ്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ടുള്ള ലെങ്ത് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജാണ് ഇവിടെ ഗെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഏകദേശം 1 മണിക്കൂർ കൊടുത്തെങ്കിൽ കൂടി നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ് പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുകയുള്ളൂ. Trading in the zone introduce a structured mental framework for trading decision, help detach emotions like fear and greed from trading. അതായത് ഭയവും അല്ലെങ്കിൽ ഭയവും അത്യാർത്ഥിയുമാണ് ട്രേഡിങ്ങിൽ നിങ്ങളെ ഏറ്റവും അധികം നശിപ്പിക്കാനുള്ള ഒരു 2 പ്രധാനപ്പെട്ട കാരണം. സോ അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറി സഞ്ചരിക്കാം എന്ന് കൂടി നിങ്ങൾക്ക് ഈ ബുക്ക് വായിക്കുന്നതിലൂടെ മനസ്സിലാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്യൂട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഇഫ് യു ക്യാൻ ലേൺ ടു ക്രിയേറ്റ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ മാർക്കറ്റ്സ് ബിഹേവിയർ, ദ സ്ട്രഗിൾ വിൽ സീസ് ടു എക്സിസ്റ്റ്. അതായത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഹൈ ആയിട്ടൊരു പ്രോഫിറ്റ് കാണുമ്പം ഓവറായിട്ട് എക്സൈറ്റഡ് ആവാതിരിക്കാനും, അതുപോലെ തന്നെ ലോസ് വരുമ്പം അമിതമായിട്ട് നിങ്ങൾ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ട്രേഡിങ്ങിൽ വിജയിച്ചു എന്നർത്ഥം. അതായത് ഇമോഷൻ്റെ ബേസിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ട്രേഡ് എടുക്കാതെ ഇരിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് എന്ന് പറയുന്ന വളരെ ഹാർഡായിട്ടുള്ള ഒരു ജേണി, ഒരു യാത്ര നിങ്ങൾ ഏകദേശം പകുതിയും സക്സസ്ഫുൾ ആയി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. പകുതിയല്ല, ഏകദേശം 80% നിങ്ങൾ സക്സസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതാണ് ഈ ക്യൂട്ടിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ടോപ്പ് 20 ടേക്ക് അവേസ് ഫ്രം ദ ട്രേഡിംഗ് ഇൻ ദ സോൺ ഇനി പറയാൻ പോവുകയാണ്. ഓക്കെ, അത് ചാപ്റ്ററിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് കൂടി നമ്മൾ ഇനീഷ്യലി പറയുന്നുണ്ട്. ചാപ്റ്റർ 1, 2, 3 അതായത് 1 മുതൽ 3 വരെയുള്ള ചാപ്റ്ററിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റിവീൽ ദ മെൻ്റൽ മിസ്റ്റേക്സ് ആൻഡ് ഇമോഷണൽ ട്രാപ്സ് മോസ്റ്റ് ട്രേഡേഴ്സ് ഫാൾ ഇൻ ടു. അതായത് ഒരുപാട് ട്രേഡേഴ്സ് ചെയ്യുന്ന ബുദ്ധിപരമായിട്ടുള്ള മണ്ടത്തരങ്ങളിലെ ആ കാര്യങ്ങളെ പറ്റിയിട്ടാണ് 1 മുതൽ 3 വരെയുള്ള ചാപ്റ്ററിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മുതൽ 7 വരെയുള്ളതിൽ എക്സ്പ്ലെയിനിങ് വൈ തിങ്കിങ് ഇൻ പ്രോബബിലിറ്റി നോട്ട് പ്രെഡിക്ഷൻസ്. അതായത് പ്രോബബിലിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുക. അതായത് ഒരു ട്രേഡ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവാനും അല്ലെങ്കിൽ ലോസിലേക്ക് പോകാനും മെയിൻലി 50-50% ആണ് ഉള്ളത് എന്ന് കരുതിയിട്ട് തന്നെ ട്രേഡ് എടുക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് അവിടെ ശക്തമായിട്ടും പറയുന്നത്. ഇനി 8 മുതൽ 11 വരെയുള്ള ചാപ്റ്ററിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പറയുന്നത് ടീച്ച് ഹൗ ടു റിവയർ യുവർ മൈൻഡ് സെറ്റ് ആൻഡ് ഡെവലപ്പ് ദ ട്രേഡേഴ്സ് എഡ്ജ് ഫ്രം വിത്തിൻ. അതായത് ഒരു ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, ഒരു ട്രേഡറിന് ഇമോഷണൽലെസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്? എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അതായത് ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി നിറഞ്ഞതാണ് അല്ലേ? അത് നിങ്ങൾ ഓപ്ഷൻ ട്രേഡിംഗ് ആയാലും അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ബേസിൽ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, നിഫ്റ്റി ഓപ്ഷൻ ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും എന്ത് തന്നെ ആയിക്കോട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മോഡിറ്റി ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, സിൽവർ ആയിക്കോട്ടെ, ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ അല്ലേ? അതായത് എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അതായത് നിങ്ങൾ മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ്, നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അതായത് മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നതെന്ന് മാർക്കറ്റിന് ഒരു കാരണവശാലും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റിനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തും സംഭവിക്കാമെന്നാണ് അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പം ലോകത്തിൽ ഏറ്റവും വലിയ പൈസയുള്ള ഒരു ട്രേഡർ ആണെങ്കിൽ കൂടി അവർക്ക് പോലും പറയാൻ പറ്റില്ല മാർക്കറ്റ് നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അല്ലേ? അതാണ് പറയുന്നത് മാർക്കറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും അൺസർട്ടനിറ്റി ആണ്. ഡഗ്ലസ് എംഫസൈസ് ദാറ്റ് ദ മാർക്കറ്റ് ഹാസ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് അറ്റ് എവറി മൊമെന്റ്. അതായത് മാർക്കറ്റ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുക, ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചിട്ടുണ്ട്. നിങ്ങളൊരു ട്രേഡ് എടുത്തു. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ഒരു ട്രേഡ് എടുത്തു. അതിന് നിങ്ങളൊരു 1:5 റിസ്ക് റിവാർഡിൽ നിങ്ങൾ ട്രേഡ് എടുത്ത് അതായത് നിങ്ങൾ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്, അത് കഴിഞ്ഞാൽ ചിലപ്പം അവിടെ നിന്നും മാർക്കറ്റ് വളരെ ശക്തമായിട്ട് ഉയരത്തിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
ഇനി അതേസമയം തന്നെ നിങ്ങൾ താഴോട്ടേക്ക് ട്രേഡ് എടുത്തോ, താഴോട്ടേക്ക് നിങ്ങൾ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരുപാട് താഴോട്ടേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതാണ് പറയുന്നത്, മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സഞ്ചരിക്കാം. അതിൻ്റെ മൂവ്മെൻറ്റ് ആർക്കും പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല. യു മസ്റ്റ് ആക്സെപ്റ്റ് ദാറ്റ് നോ സെറ്റപ്പ് ഗ്യാരണ്ടീസ് എ റിസൾട്ട്. ദിസ് ബിലീഫ് റിമൂവ്സ് ഫിയർ ആൻഡ് ഹെസിറ്റേഷൻ ഇൻ എക്സിക്യൂഷൻ. ഇനി രണ്ടാമത്തത് നോക്കാം. യു ഡോണ്ട് നീഡ് ടു നോ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. അതായത് മാർക്കറ്റിന് അടുത്തത് എങ്ങോട്ടാണ് 100% മൂവ് ചെയ്യുക, മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ എന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം 100% മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക എന്നത് ആർക്കും പറയാൻ പറ്റാത്ത കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്കൊരു എഡ്ജാണ് വേണ്ടത്. അതായത് നിങ്ങൾ ഒരു സാധാരണഗതിയിൽ ചിന്തിച്ചാൽ മാർക്കറ്റ് മുകളിലേക്കോ താഴോട്ടേക്കോ പോകാനുള്ള പോസിബിലിറ്റി 50-50% ആണ്. അപ്പം നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ പ്രീവിയസ്, അതായത് മാർക്കറ്റിനെ പറ്റി പഠിച്ച ഒരു നോളജ്, അല്ലെങ്കിൽ ചാർട്ട് അനലൈസ് ചെയ്തൊരു നോളജ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ച് കിട്ടിയൊരു നോളജ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റേഴ്സ് ട്രേഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എടുത്തിട്ടുള്ള നോളജ് വഴി നിങ്ങൾക്ക് മനസ്സിലാവുന്നു മാർക്കറ്റ് ഒരു 60% പ്രോബിലിറ്റി മുകളിലേക്ക് പോകാനാണ് എന്ന്. അതാണ് നിങ്ങളുടെ എഡ്ജ്. ഈ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ട്രേഡ് എടുക്കാൻ. അതായത് നിങ്ങൾക്ക് 100% മാർക്കറ്റ് മുകളിലേക്കോ അല്ലെങ്കിൽ താഴോട്ടേക്കോ പോവും എന്ന് പറഞ്ഞ് നിങ്ങൾ യാതൊരു കാരണവശാൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നഷ്ടം വരുത്താനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു എഡ്ജാണ് വേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമത് അദ്ദേഹം പറയുന്നത് എന്താണ്? ദർ ഈസ് എ റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ വിൻസ് ആൻഡ് ലോസസ്. ഡഗ്ലസ് ടീച്ചസ് ദാറ്റ് even with a high probability strategy, the outcome of any single trade is random. Focus on the long-term result over a series of trades. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെ, ഏത് ഹൈ പ്രോബബിലിറ്റി ട്രേഡ് ആണെങ്കിലും ആ ട്രേഡ് സക്സസ്ഫുൾ ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് റാൻഡം ബേസ്ഡ് ആണ്. അതായത് ഒരു ലോട്ടറി എടുക്കുന്നത് പോലെയാണ് ആ ട്രേഡ് സക്സസ്ഫുൾ ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ പറ്റും, അതായത് ഒരു കമ്പനി നല്ല റിസൾട്ട് കാഴ്ചവെച്ചാലും ശക്തമായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റേക്ക് പോകാനുള്ള പോസിബിലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ICICI ബാങ്കിൻ്റെ റിസൾട്ട് വളരെ ശക്തമാണ്, ക്വാർട്ടർലി റിസൾട്ട് നല്ല പ്രോഫിറ്റാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ചിലപ്പോൾ താഴോട്ടായിരിക്കും, അല്ലെങ്കിൽ ICICI ബാങ്കിന് എന്താ പറയുക ശക്തമായിട്ട് താഴോട്ടേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അതായത് ഇങ്ങനെയുള്ളൊരു കോൺട്രാഡിക്ടറി അവസ്ഥ പലപ്പോഴും നിങ്ങൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? അതാണ് അദ്ദേഹം പറഞ്ഞത്, even with a high probability strategy, the outcome of any single trade is random. അതായത് എത്ര ശക്തമായിട്ടുള്ള നല്ല സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ട് എങ്കിലും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഏകദേശം ഒരു 50-50% തന്നെയാണ്. ഓക്കെ, അവിടെ നിങ്ങളൊരു എഡ്ജ് കണ്ടെത്തി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു തോന്നൽ വഴി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ സക്സസ്ഫുൾ ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആ സിസ്റ്റം ഫോളോ ചെയ്തെങ്കിൽ മാത്രം. നിങ്ങൾ 3 തവണ ട്രേഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ 3 ലോസ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി 4 പ്രാവശ്യം എടുത്താൽ ചിലപ്പോൾ 4 കൺസിക്യൂട്ടീവ് ആയിട്ട് ലോസ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ആ സിസ്റ്റം തന്നെ നിങ്ങൾ ഒരു 50 തവണയെങ്കിലും നിങ്ങൾ എടുത്താലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഡ്ജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി 4മത്തത് നോക്കാം. ദ മാർക്കറ്റ് ഈസ് ന്യൂട്രൽ, ഇറ്റ് ഡസൻറ്റ് കെയർ അബൌട്ട് യു. ഡഗ്ലസ് stresses that the market has no memory or emotion. അതായത് മാർക്കറ്റിന് എന്താ പറയുക ഒരു വികാരവുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എക്സാമ്പിൾ പറയുക, നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് ചെയ്തു, ഒരു ദിവസം നിങ്ങൾക്ക് ലോസ്, ദ നെക്സ്റ്റ് ഡേ നിങ്ങൾ ട്രേഡ് ചെയ്തു, അന്നും നിങ്ങൾ ലോസ്, ദ നെക്സ്റ്റ് ഡേ 3-ാമത്തെ ദിവസവും നിങ്ങൾ ലോസ്. ഇനി 4-ാമത്തെ ദിവസം നിങ്ങൾ ട്രേഡ് എടുക്കുമ്പം, അതായത് 3 തവണ മാർക്കറ്റ് നിങ്ങൾക്ക് ലോസ് തന്നല്ലോ, ഇനി 4-ാമത്തെ ദിവസം നിങ്ങൾക്ക് പ്രോഫിറ്റ് തരാം എന്ന് മാർക്കറ്റ് വിചാരിക്കില്ല. മാർക്കറ്റ് എല്ലാ ദിവസവും എല്ലാ സെക്കൻഡിലും മാർക്കറ്റ് പ്രീവിയസ്ലി നടന്ന ആളുകളുടെ ഡാറ്റയൊന്നും ശേഖരിക്കുന്നില്ല. അവർ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊന്നും മാർക്കറ്റ് നോക്കുന്നില്ല. സോ ഏതൊരു സമയം നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു ന്യൂ ട്രേഡ്, അതായത് പുതിയ ട്രേഡിലാണ് എൻ്റർ ചെയ്യുന്നത് എന്ന്. ടേക്കിംഗ് ട്രേഡ്സ് പേഴ്സണലി ഈസ് എ സൈക്കോളജിക്കൽ ട്രാപ്പ്, ഡിറ്റാച്ച് ഇമോഷണലി. അതായത് ട്രേഡിങ്ങിൽ നിന്ന് നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ചഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഇനി 5മത്തത് നോക്കാം. തിങ്കിങ് ഇൻ പ്രോബബിലിറ്റീസ് ഈസ് ദ കീ ടു കൺസിസ്റ്റൻസി. അതായത് പ്രോബബിലിറ്റി ബേസിൽ മാത്രമേ നിങ്ങൾ ട്രേഡിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. മാർക്ക് ഡഗ്ലസ് ടീച്ചസ് ദാറ്റ് കൺസിസ്റ്റൻസി ഇൻ ട്രേഡിംഗ് കംസ് ഫ്രം എംബ്രേസിങ് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റീനെ അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിന് ആലിംഗനം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ ഇൻഡിവിജ്വൽ ഔട്ട്കംസ്, ട്രേഡേഴ്സ് ഷുഡ് വ്യൂ
ഈച്ച് ട്രേഡ് ആസ് എ പാർട്ട് ഓഫ് ലാർജ് പ്രോബബിലിറ്റി ഡ്രിവൺ എഡ്ജ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ട്രേഡിങ്ങിൽ പ്രോബബിലിറ്റിയിൽ ഒരു എഡ്ജ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങളൊരു ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പം നിങ്ങളുടെ മറ്റ് പല നോളജ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു 50 അല്ലെങ്കിൽ 60% പ്രോബബിലിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിച്ചാൽ മതി. അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ സിസ്റ്റം വഴി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി ആറാമത്തത്, ആക്സെപ്റ്റിംഗ് റിസ്ക് ഫുള്ളി ഫ്രീസ് യു. ഓക്കെ, അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്സെപ്റ്റ് യുവർ റിസ്ക്. നിങ്ങളുടെ റിസ്ക് നിങ്ങൾ മുന്നേ അറിഞ്ഞിരിക്കുക. ഓക്കെ, ആക്സെപ്റ്റിംഗ് റിസ്ക് ഫുള്ളി ഫ്രീസ് യു. ഡഗ്ലസ് എംഫസൈസ് ദാറ്റ് unless you fully accept the risk, you will hesitate or sabotage trades. Once you accept loss as a possibility, you stop fearing it. അതായത് നിങ്ങൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പ്രീവിയസ്ലി അറിയാം, നിങ്ങൾ ഇത്ര ലോസ് ആയ നിങ്ങൾ ആ ട്രേഡിൽ വരുത്തുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾ ഇന്നത്തെ ട്രേഡ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നത് 3 ട്രേഡാണ്, മാക്സിമം 10,000 രൂപയെ നിങ്ങൾ കളയൂ എന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിൽ എൻ്റർ ചെയ്യുക. കാരണം നിങ്ങൾ ഓൾറെഡി ആ ഒരു 10,000 ലെവൽ ടച്ച് ചെയ്ത് 10,000 ലോസ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പ്രീ ഡിഫൈൻഡ് ആക്കി വെച്ചതാണ് ഇന്നത്തെ ലോസ് എന്ന് പറയുന്നത് 10,000-ഉം ഇന്നത്തെ പ്രോഫിറ്റ് മേ ബി 15,000 ഓർ 20,000 ആയിരിക്കും എന്ന് നിങ്ങൾ നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചതാണ്. സോ നിങ്ങൾക്ക് അധികം എന്താ പറയുക, ടെൻഷൻ ആവുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇറാഷണൽ ആയിട്ട് ഒരു ഡിസിഷൻ അവിടെ എടുക്കില്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ദ എഡ്ജ് മസ്റ്റ് ബി ട്രസ്റ്റഡ് വിത്തൗട്ട് ഡബ്. അതായത് നിങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക പോസ് ചെയ്തിട്ട്. അക്കോർഡിംഗ് ടു ഡഗ്ലസ്, വൺസ് യു ഡിഫൈൻ യുവർ എഡ്ജ് യു മസ്റ്റ് കമ്മിറ്റ് ടു എക്സിക്യൂട്ടിംഗ് ഇറ്റ് കൺസിസ്റ്റൻസ്ലി. ഡോണ്ട് ട്വീക്ക് ഇറ്റ് ഇമോഷണലി, ഫോളോ ദ പ്ലാൻ. അതായത് നിങ്ങളൊരു എഡ്ജ് കണ്ടെത്തി. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരു ORB സ്ട്രാറ്റജിയാണ് എടുത്തതെന്ന് വിചാരിക്കുക. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ എടുത്തത്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിൽ അതിൻ്റെ അപ്പ് ഓർ ഡൗൺ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ട്രേഡ് എൻ്റർ ചെയ്യുന്നു, ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ഒരു ടാർഗറ്റ് വെക്കുന്നു. ആ ഒരു രീതിക്കാണ് നിങ്ങൾ ട്രേഡ് ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, അവിടെ നിങ്ങളുടെ എഡ്ജ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ട്രേഡ് തന്നെയാണ് നിങ്ങളുടെ എഡ്ജ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ അങ്ങനെ ട്രേഡ് ചെയ്തു, അവിടെ ലോസ് ആണ്. ഇനി 5 ദിവസം ട്രേഡ് ചെയ്തു, അവിടെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് അവിടെ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോസ് ആണ്. എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് സ്ട്രാറ്റജി മാറ്റിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങളുടെ എഡ്ജ് അതാണ്. സോ നിങ്ങൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് സ്ഥിരമായിട്ട് നിങ്ങൾ ആ ട്രേഡ് ഫോളോ ചെയ്യണം. ഓക്കെ, ഒരു 50 1 or 2 1 ഇപ്പോൾ 2 or 3 മന്ത്സ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. അവിടെ ഒരു 3 മന്ത് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ ആ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടെന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ട്രേഡിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. യുവർ ബിലീഫ് ഫിൽറ്റേഴ്സ് യുവർ മാർക്കറ്റ് എക്സ്പീരിയൻസ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ട് എങ്കിലും നിങ്ങൾ പൂറായിട്ട് പെർഫോം ചെയ്യും. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണ് അതിൻ്റെ റീസൺ? നിങ്ങളുടെ ബിലീഫാണ് അല്ലേ. അതായത് ഡഗ്ലസ് ടീച്ചേഴ്സ് ദാറ്റ് ദ മാർക്കറ്റ് ഈസ് പെർസീവ്ഡ് ത്രൂ യുവർ ബിലീഫ്, നോട്ട് റിയാലിറ്റി ഇറ്റ് സെൽഫ്. ഇഫ് യുവർ ബിലീഫ് ആർ ലിമിറ്റിംഗ് ഓർ ഇമോഷൻ. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് ഡിസിഷൻ, ഓക്കെ, നിങ്ങളുടെ ട്രേഡിംഗ് ഡിസിഷൻ അത് നിങ്ങൾ ചിലപ്പം ട്രേഡ് എടുത്ത സമയത്താകാം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ടൈമിങ്ങിലാവാം, അല്ലെങ്കിൽ അത് എക്സിറ്റ് ചെയ്യുന്ന ഒരു ടൈം ഫ്രെയിമിലും ആവാം. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്തിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് മൊത്തം, അല്ലെങ്കിൽ ആ ഒരു ഇടവേളകളിൽ ഇമോഷണൽ ബേസിലാണ് നിങ്ങൾ ഡിസിഷൻ എടുത്തത് എങ്കിൽ നിങ്ങൾക്ക് എത്ര നല്ല സ്ട്രാറ്റജി ഉണ്ടെങ്കിലും നിങ്ങൾ ട്രേഡിങ്ങിൽ പരാജയപ്പെടും, ഒരു കാരണവശാലും സക്സസ്ഫുൾ ആവില്ല. ഇനി നമുക്ക് 9ാമത്തെ പോയിന്റ് നോക്കാം. ഫിയർ not lack of knowledge causes most mistake. അതായത് നിങ്ങൾക്കിപ്പം ഒരു കാര്യത്തിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഇല്ലാതെയാണ് നിങ്ങൾക്കൊരു ഫിയർ വരുന്നതെങ്കിൽ അത് അത്രത്തോളം കാര്യമാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്ക് ഫിയർ വരുന്നത് നിങ്ങൾക്ക് ആ കാര്യത്തിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാം, എന്നിട്ടാണ് നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വഴി നിങ്ങൾക്ക് അവിടെ ഒരു ഫിയർ വരുന്നത് അല്ലെങ്കിൽ ഒരു ഭയം വരുന്നത് എങ്കിൽ അത് വളരെ വലിയൊരു മിസ്റ്റേക്കിലേക്ക് നയിക്കും. എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ ഒരു ട്രേഡ് ചെയ്യുന്ന വിചാരിക്കാം. ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടും എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാം, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. ഇത് രണ്ടും അറിഞ്ഞിട്ടും നിങ്ങൾ ലോസിലേക്ക് പോകുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയം വരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ ലാക്ക് ഓഫ് നോളജ് കൊണ്ടുവരുന്നൊരു ഭയമല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോളജ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്, എന്നിട്ടാണ് നിങ്ങൾക്ക് അവിടെ ഭയം വരുന്നതെങ്കിൽ അത് വളരെ വലിയൊരു മിസ്റ്റേക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇനി ഭാവിയിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വലിയ നഷ്ടം വരും. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് വായിച്ചിട്ട് നിങ്ങൾ ആ ഒരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇറാഷണൽ ആയിട്ട് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ട്രേഡിങ്ങിൽ വളരെയധികം നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി 10ാമത്തെ നോക്കാം. ദ നീഡ് ടു ബി റൈറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് എൻ്റർ ചെയ്ത് അത് നിങ്ങളുടെ ഒരു സ്റ്റോപ്പ് ലോസ് റേഞ്ചിലെത്തി. ഇനി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോഴും നിങ്ങൾക്ക് തോന്നും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, ഇനി അവിടെ നിന്ന് തിരിച്ച് കയറാനുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ കുറച്ചുകൂടി താഴോട്ട് വന്നിട്ട് ചിലപ്പോൾ തിരിച്ച് കയറാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ട് ചിലപ്പോൾ നിങ്ങൾ വീണ്ടും ട്രേഡ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ എടുത്തവരായിരിക്കും ഒരുപാട് ട്രേഡേഴ്സും. ഓക്കെ, അങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാകുക എന്താണ്, വളരെ വലിയ നഷ്ടത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവും. കാരണം മാർക്കറ്റ് അവിടെ നിന്ന് ചിലപ്പോൾ റിക്കവറായി ചെറിയൊരു പ്രോഫിറ്റ് ഒക്കെ കാണിച്ചിട്ട് വീണ്ടും ആ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് വളരെയധികം താഴോട്ടേക്ക് പോകും, അല്ലെങ്കിൽ വളരെയധികം നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിട്ട് നിങ്ങളുടെ ലോസിൻ്റെ അളവ് കൂട്ടുക തന്നെയാണ് അവിടെ ചെയ്യുക. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 11ാമത്തെ നോക്കാം. ലോസസ് ആർ നോട്ട് ഫെയിലിയേഴ്സ്, ദേ ആർ പാർട്ട് ഓഫ് ദ ഗെയിം. അതായത് ലോസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പരാജയമായിട്ട് ഏറ്റെടുക്കരുത്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളൊരു ബിസിനസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഈവൻ ഗവൺമെൻറ് പോലും അതിനെ ബിസിനസ് ഇൻകം ആയിട്ടാണ് കരുതുന്നത്, അല്ലേ? അപ്പം നിങ്ങൾ അവിടെ കരുതേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് അവിടുത്തെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ എന്തൊക്കെ എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ അസറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, ഈ ഒരു തരത്തിലുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് മാത്രം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെൻട്രി വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്പെൻസ് ആയിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലോസിനെ കാണുക. ഡഗ്ലസ് റീഫ്രെയിംസ് ലോസസ് ആർ എ സ്റ്റാറ്റിസ്റ്റിക്കൽ നെസസിറ്റി. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജിൻ്റെ ഗെയിമിൽ ഈ ലോസ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ നിലനിർത്തി കൊണ്ടുപോകാൻ ഈ ലോസ് എന്ന് പറയുന്ന ഘടകം ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും പറ്റില്ല. ഈവൻ വളരെയധികം $1 ബില്യൺ അല്ലെങ്കിൽ ഒരുപാട് 10,000 കോടി ലാഭം ഉണ്ടാക്കുന്ന ആളുകൾ പോലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഹി സേസ് ടു ട്രീറ്റ് ആസ് എ ലോസ് ലൈക്ക് എ ബിസിനസ് എക്സ്പെൻസ്, നോട്ട് എ പേഴ്സണൽ ഡിഫീറ്റ്. ഇനി 12ാമത്തെ നോക്കാം. സെൽഫ് സബോട്ടേജ് കംസ് ഫ്രം അൺകോൺഷ്യസ് ബിലീഫ്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് പൈസ വേണം, എന്നാൽ ആ പൈസക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കും, അല്ലെങ്കിൽ പൈസ കിട്ടാനുള്ള ഈ ഒരു രീതിക്കല്ലാതെ നിങ്ങൾ ചിലപ്പോൾ ആ പൈസ കിട്ടാണ്ടിരിക്കാനുള്ള രീതിയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ ഒരു അവസ്ഥയാണ് സെൽഫ് സബോട്ടേജ് കംസ് ഫ്രം അൺകോൺഷ്യസ് ബിലീഫ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയാം. അതായത് ട്രേഡിങ്ങിൽ നിങ്ങളിപ്പം പ്രോഫിറ്റ് വരുമ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ എക്സിറ്റ് അടിച്ച് മാറുന്നത്, ലോസ് വരുമ്പോൾ നിങ്ങൾ വളരെയധികം അതിനെ കെപ്റ്റ് ഓൺ ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ സ്കിപ്പിംഗ് ഗുഡ് സെറ്റപ്പ്, അതായത് നല്ലൊരു സെറ്റപ്പ്, അതായത് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡിൻ്റെ സെറ്റപ്പ് കിട്ടിയിട്ട് നിങ്ങൾ അതെടുക്കാതെ അത് മിസ്സായി കഴിഞ്ഞാൽ അടുത്ത തവണ നിങ്ങൾക്ക് അതിനേക്കാൾ മോശമായിട്ടുള്ളൊരു സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു സമയത്ത് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്, അവിടെയും നിങ്ങൾക്ക് ലോസ് വരുന്നത്. അടുത്തത് ടേക്കിംഗ് റിവെഞ്ച് ട്രേഡ്സ്. ഇവിടെ നിങ്ങൾക്ക് ഒരു റിവെഞ്ച് ട്രേഡ് കൂടി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലോ, അവിടെ നിങ്ങൾക്ക് ലോസ് വന്നതിന് ശേഷം അതിനെ റിക്കവർ ചെയ്യണം, എന്നിട്ട് ഇന്നത്തെ ദിവസം ബ്രേക്ക് ഈവൺ ആവണം, അല്ലെങ്കിൽ നോ ലോസ് നോ പ്രോഫിറ്റ്, അങ്ങനത്തെ ഒരു അവസ്ഥ ആവണമെന്ന് കരുതിയിട്ട് നിങ്ങൾ നെക്സ്റ്റ് ട്രേഡ് എടുക്കുന്നു. അവിടെ റിവെഞ്ച് മെൻറ്റാലിറ്റി വന്നു. റിവെഞ്ച് മെൻറ്റാലിറ്റി വന്നാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പാസ്റ്റിൽ ട്രേഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും നമുക്കിടയിൽ. വലിയ അളവിൽ നിങ്ങൾക്ക് അവിടെ ലോസും വന്നിട്ടുണ്ടാവും. അതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത എന്താണ്? ചേഞ്ചിങ് സ്ട്രാറ്റജി ആഫ്റ്റർ 1 ലോസ്. ഒരു ലോസ് വന്നു, ചിലപ്പോൾ നിങ്ങൾ 2 or 3 ലോസ് വന്നിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റൊരു സ്ട്രാറ്റജിയിലേക്ക് നീങ്ങുന്നു. അതും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ദ പെർഫെക്റ്റ് സെറ്റപ്പ് ഡസൻറ്റ് എക്സിസ്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ, ട്രേഡിങ്ങിൽ ഏറ്റവും മികച്ച സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒന്നില്ല. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്, അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു എഡ്ജുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കണം. അതായത് 50-50% അല്ലാതെ ഒരു 50 to 60% അല്ലെങ്കിൽ 55 to 65% പ്രോബബിലിറ്റി ഉള്ള, മിനിമം പ്രോബബിലിറ്റി ഉള്ള ഒരു ട്രേഡ് നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി. അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സെറ്റപ്പ് വെച്ചിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള പ്രോഫിറ്റ് ഇൻ ദ ലോങ് റൺ ട്രേഡിങ്ങിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഈവൻ ദ ബെസ്റ്റ് സെറ്റപ്പ് ക്യാൻ ഫെയിൽ. നമ്മൾ പറഞ്ഞല്ലോ, അതായത് എത്രയും നല്ല ബെസ്റ്റ് സെറ്റപ്പ് ആണ് നിങ്ങളുടെ എങ്കിലും അത് ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്, ട്രേഡിംഗ് എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ഗെയിമാണ്, എഡ്ജ് ഗെയിം, അതായത് ട്രേഡിംഗ് എഡ്ജ് ഗെയിമാണ്. ഒബ്സസിങ് ഓവർ എ പെർഫെക്ഷൻ ഈസ് എ ഫോം ഓഫ് പാരാലിസിസ് ആൻഡ് അവോയ്ഡൻസ്. അതായത് വളരെ പരിപൂർണമായിട്ടുള്ള നല്ല സെറ്റപ്പ് കിട്ടിയാലേ നിങ്ങൾ ട്രേഡ് എടുക്കൂ എന്ന് കരുതിയാൽ അത് നിങ്ങളെ ട്രേഡ് എടുക്കാൻ തന്നെ പ്രേരിപ്പിക്കാതെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് 14ാമത്തത്, ട്രേഡിംഗ് ഈസ് എ സ്കിൽ നോട്ട് എ ടാലൻറ്റ്.
അതായത് ഇന്ന് ഈ ലോകത്ത് അല്ലെങ്കിൽ പാസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ട് നിങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള എല്ലാ ട്രേഡേഴ്സിനെയും എടുത്ത് നിങ്ങൾ നിരത്തി വെച്ച് നോക്കാം. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്, നോട്ട് എ ടാലൻറ്റ്. അതായത് ജനിച്ച ഉടനെ ട്രേഡിങ്ങിൻ്റെ കഴിവും കിട്ടിയിട്ട് വരുന്ന ഒരാളൊന്നുമല്ല ആരും. എല്ലാവരും ആർജിച്ചെടുത്തതാണ് ട്രേഡിംഗ് കഴിവ്. അത് അവരുടെ ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരുപാട് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ചിലപ്പം അതിന് വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ 5 വർഷം, 6 വർഷം, 10 വർഷം, ഓക്കെ, അത്രത്തോളം വർഷം അവർ മാർക്കറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചിലവഴിച്ചിട്ടാണ് അവർ ഈ ഒരു സ്കില്ല് നേടിയെടുക്കുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് ജനിച്ചപാടി ഒരു ട്രേഡറായിട്ട് സിദ്ധി വരുന്ന തരത്തിലൊന്നും ആരും ആയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഹി സ്ട്രോങ്ലി എംഫസൈസസ് ദാറ്റ് നോ വൺ ഈസ് ബോൺ എ ട്രേഡർ ലൈക്ക് എനി ക്രാഫ്റ്റ്, ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ്. ഓക്കെ, ഡിസിപ്ലിൻ, അച്ചടക്കവും നിരന്തരമായിട്ടുള്ള പ്രാക്ടീസും മാർക്കറ്റിന് വാച്ച് ചെയ്യുന്ന ഒരു കഴിവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിക്കുള്ള ട്രേഡർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ മാർക്കറ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല നല്ല ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് വഴി നിങ്ങളുടെ നോളജ് ശക്തമായിട്ട് എൻഹാൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി 15ാമത്തത്, റൂൾസ് ആർ യുവർ ബെസ്റ്റ് ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ഇമോഷൻസ്. അതായത് നിങ്ങൾക്ക് ഇമോഷണൽ ബേസിൽ നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് ലോസ് വരാതിരിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു സാധ്യത വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിക്കുള്ള റൂൾ, നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ട്രേഡിംഗ് റൂൾ കൊണ്ടുവരിക. ആ റൂളിനനുസരിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു ദിവസം ഇത്രയും ലോസ് നമ്മൾ കൊടുക്കൂ, ഇത്രയും ടാർഗറ്റ് കിട്ടിയാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവും എന്നുള്ള തരത്തിലുള്ള റൂൾ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇമോഷനെ മറികടന്നുകൊണ്ട് ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ദാറ്റ് റൂൾസ് ആക്ട്സ് ആസ് യുവർ എക്സ്റ്റേണൽ കൺട്രോൾ സിസ്റ്റം. വിതൗട്ട് ദം യു വിൽ ആക്ട് ഓൺ ഫിയർ ഓർ ഗ്രീഡ്, നോട്ട് ലോജിക്. അങ്ങനെ നിങ്ങൾ ട്രേഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഇറാഷണൽ ആയിട്ടുള്ള, അതായത് യുക്തിരഹിതമായിട്ടുള്ള ട്രേഡ് എടുത്തിട്ട് നിങ്ങൾ നഷ്ടം വരുത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് ലോജിക്ലെസ് ആയിട്ടുള്ള ട്രേഡ് എടുത്തുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി 16ാമത്തത്, കോൺഫിഡൻസ് കം ഫ്രം ട്രസ്റ്റിംഗ് യുവർ പ്രോസസ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോസസ്സിനെ ശക്തമായിട്ട് ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതായത് ഇപ്പം നിങ്ങൾ ഇന്ന് ഒരു ട്രേഡ് എടുത്തു, അത് പ്രോഫിറ്റബിൾ ആയി, തുടർച്ചയായിട്ട് 3 ദിവസം നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ലോസ് ആയി. എന്നാലും നിങ്ങൾ ആ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഒരു വർഷത്തെ ടൈം പീരീഡ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി ബേസിൽ നിങ്ങൾ എടുത്ത് നോക്കുക. ഒബ്വിയസ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റബിൾ ആവാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലും. ഓക്കെ, നിങ്ങൾ ഏത് ട്രേഡറിനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡറെ എടുത്ത് വെച്ച് നോക്കിയാലും അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ സെറ്റപ്പിനെ അവർ ഫോളോ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് അവർ സക്സസ്ഫുൾ ആയത്. അല്ലാതെ 1, 2, 3 ട്രേഡ് എടുത്ത് വലിയ അളവിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നേക്കുമായിട്ട് ആ പ്രോഫിറ്റ് കൊണ്ട് ജീവിച്ച ആളുകളൊന്നുമില്ല. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളൊരു സിസ്റ്റം, ഒരു പ്രോസസ്സ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഫീൽഡിൽ ആവാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഇനി അടുത്തത് നോക്കാം, 17ാമത്തത്, ട്രേഡിംഗ് റിക്വയേഴ്സ് ഇമോഷണൽ ന്യൂട്രാലിറ്റി. അതായത് നിങ്ങളിപ്പോൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് ആ P&L വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം വരും. അതായത് നിങ്ങളിപ്പോൾ ഒരു 10,000 രൂപ പ്രോഫിറ്റ് കണ്ടാൽ നിങ്ങൾക്ക് സന്തോഷമാവും. നേരെ അത് കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് അത് 2,000 പ്രോഫിറ്റിലേക്ക് ചുരുങ്ങുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം വരും. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ഇമോഷണൽ ലെസ് ട്രേഡ് ആയിട്ട് നിങ്ങൾ അത് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതായത് ജസ്റ്റ് ഒരു പഞ്ച് കൊണ്ട് നിങ്ങൾക്ക് എക്സിറ്റ് ആവാനും അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിൽ ഹിറ്റ് അടിക്കുമ്പോൾ ഇറങ്ങാനോ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് വാച്ച് ചെയ്താൽ നിങ്ങളുടെ ഇമോഷൻ തന്നെ പൂർണ്ണമായിട്ടും ട്രേഡിങ്ങിൽ തകരാറിലായിട്ട് നിങ്ങൾക്ക് വലിയ അളവിൽ ലോസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്രോഫിറ്റിൽ പച്ച കത്തി നിൽക്കുമ്പം അത് മാക്സിമം റൈഡ് ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി അല്ലെങ്കിൽ ഒരു പവർ നിങ്ങൾ ആർജിച്ചെടുക്കുക. അതേസമയം ലോസ് വരുമ്പം നിങ്ങൾ സെറ്റ് ചെയ്ത ലിമിറ്റിനുള്ള ലോസ് ആണ് എങ്കിൽ നിങ്ങളത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഭയക്കാതെ തന്നെ നിങ്ങൾ നോക്കി നിൽക്കുക. ഓക്കെ, അതാണ് ഒരു ട്രേഡറിനെ ഏറ്റവും അധികം ശക്തമായിട്ടും വേറിട്ട് നിർത്തുന്നത്, സക്സസ്ഫുൾ ആയിട്ട് ട്രേഡറിനെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒന്ന് കൂടിയാണ്. ഇനി 18ാമത്തെ നോക്കാം, ഓവർ കോൺഫിഡൻസ് ഈസ് ജസ്റ്റ് ആസ് ഡേഞ്ചറസ് ആസ് ഫിയർ. ഡഗ്ലസ് വാണ്ട്സ് ദാറ്റ് വിന്നിംഗ് സ്ട്രീക്സ് ക്രിയേറ്റ് കെയർലെസ്നെസ്. ആഫ്റ്റർ ബിഗ് വിൻസ് ട്രേഡേഴ്സ് ടേക്ക് റിസ്കി ട്രേഡ്സ് വിതൗട്ട് റിയലൈസിങ് ഇറ്റ്. അതായത് ഒരുപാട് ട്രേഡേഴ്സിനെ കാണാൻ പറ്റും. അതായത് അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള അതായത് അവർ വലിയ അളവിലുള്ള പ്രോഫിറ്റ് ഒരു ദിവസം ഉണ്ടാക്കി. നെക്സ്റ്റ് ഡേ അവർ ഏകദേശം ഒരു ഉച്ചയ്ക്കുള്ളിൽ തന്നെ ഒരു നല്ലൊരു അളവിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കി. അവർക്ക് കോൺഫിഡൻസ് കൂടി. അവർ എന്ത് ചെയ്തു, ഏകദേശം ഇത്ര പ്രോഫിറ്റ് ആക്കിയതല്ലേ, ഇനിയും എന്തായാലും ഒരു പ്രോഫിറ്റ് ആക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അധികം, അതായത് നല്ല രീതിക്കുള്ള സെറ്റപ്പ് അല്ലാതെ ജസ്റ്റ് റാൻഡം ബേസിൽ അവരൊരു ട്രേഡ് അങ്ങ് പഞ്ച് ചെയ്യും. നേരത്തെ ട്രേഡ് എന്ന് പറയുന്നത് അത്രത്തോളം അവർ നോക്കിയിട്ട് അവർ അനലൈസ് ചെയ്തതിന് ശേഷമാണ് എടുത്തതെങ്കിൽ ഈ ഓവർ കോൺഫിഡൻസ് വഴി വന്ന ഈ ട്രേഡ് എടുപ്പ്
വളരെ മോശമായിട്ടുള്ളൊരു ട്രേഡായിട്ട് മാറി, വലിയൊരു അളവിലുള്ള ലോസായി. ഇനി ആ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ട്രേഡ് ചെയ്തു. കഴിഞ്ഞ ആഴ്ചത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ ക്വാർട്ടറിലെ കംപ്ലീറ്റ് പ്രോഫിറ്റും വൈപ്പ് ഔട്ട് ആവുന്ന പല സിറ്റുവേഷനുകളും ഓൾറെഡി പല ട്രേഡറും അനുഭവിച്ചതായിരിക്കും. ഇനി 19ാമത്തത്, ദ ട്രൂ ടെസ്റ്റ് ഓഫ് എ ട്രേഡർ ഈസ് സൈക്കോളജിക്കൽ റെസിലിയൻസ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ട്രേഡർ ആണ് എങ്കിൽ വലിയ അളവിലുള്ളൊരു ലോസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ കൂടി റിവെഞ്ച് ബേസിലല്ലാതെ നിങ്ങളുടെ സിസ്റ്റം വഴി തന്നെ, അതായത് നിങ്ങൾക്ക് ഒരു ലോങ് ബ്രേക്ക് എടുക്കാം, ചിലപ്പോൾ 1 വീക്ക് ബ്രേക്ക് എടുക്കാം, ചിലപ്പം 1 മന്ത് ബ്രേക്ക് എടുക്കാം. നിങ്ങൾ വലിയൊരു അളവിലെ ലോസ് നിങ്ങൾ നേരിട്ടിട്ടാണ് ട്രേഡിങ്ങിൽ ഉള്ളതെങ്കിൽ അതിനുശേഷം നിങ്ങൾ വീണ്ടും ട്രേഡ് എടുക്കുന്നത് റിവെഞ്ച് ബേസിലാവരുത്. റിവെഞ്ച് ബേസിലല്ലാതെ നിങ്ങളുടെ സിസ്റ്റം വഴി തന്നെ സിസ്റ്റം കൃത്യമായിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർ ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്നാണ് മാർക്ക് ഡഗ്ലസ് പറഞ്ഞു തരുന്നത്. ഇനി 20ാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ദ സോൺ ഈസ് എ മെന്റൽ സ്റ്റേറ്റ് നോട്ട് എ സ്ട്രാറ്റജി. ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് പറയുന്ന ബുക്കിലെ സോൺ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി അല്ല, അതൊരു മെന്റൽ സ്റ്റേറ്റ് ആണ്. ആ ഒരു മെന്റൽ സ്റ്റേറ്റിൽ എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ 20 കാര്യങ്ങളും. ഓക്കെ, ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഇത് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്യുമ്പം ഈ ഒരു അവസ്ഥകളൊക്കെ വരുമ്പം നിങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഇൻ്റലിജൻറ്റ് ട്രേഡർ അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഡഗ്ലസ് ഡിഫൈൻസ് ദ സോൺ ആസ് എ മൈൻഡ് സെറ്റ് വറി ആക്ട് വിതൗട്ട് ഫിയർ. ഭയമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മാനസികാവസ്ഥ, മടിയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മാനസികാവസ്ഥ, ട്രേഡിങ്ങിൽ അഹംഭാവമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മാനസികാവസ്ഥ ഒക്കെ വളർത്തിയെടുക്കലാണ് ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് പറയുന്ന കംപ്ലീറ്റ് ആയിട്ട് പുസ്തകം പറഞ്ഞു തരുന്നത് തന്നെ. ദിസ് പീക്ക് സ്റ്റേറ്റ് ഓഫ് ഫ്ലോ കംസ് ഫ്രം മാസ്റ്ററിങ് ദ ഇന്നർ ഗെയിം. ഓക്കെ, ഇത് സ്ട്രാറ്റജിക്കൽ ഗെയിം അല്ല, ഇത് സൈക്കോളജിക്കൽ ഗെയിം ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ആണിത്. നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ബുക്കാണ് ഇദ്ദേഹം എഴുതിയ ഡിസിപ്ലിൻഡ് ട്രേഡർ എന്ന് പറയുന്നത്. ആ പുസ്തകവും നിങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ആ പുസ്തകത്തിനെ പറ്റിയിട്ടുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഫൈനലി കൺക്ലൂഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. എനിക്കറിയാം വീഡിയോ നന്നായിട്ടുള്ള ലെങ്തി ആയിട്ടുണ്ട് എന്ന്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട് എങ്കിൽ വളരെയധികം വലിയൊരു കൺഗ്രാജുലേഷൻ നിങ്ങളോട് പറയുകയാണ്. കാരണം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ട്രേഡിങ്ങിൽ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ. ഓക്കെ, കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാനുള്ളത്, ദ ഗ്രേറ്റസ്റ്റ് എനിമി ഇൻ ട്രേഡിംഗ് ഈസ് നോട്ട് എ മാർക്കറ്റ്, ഇറ്റ്സ് യുവർ സെൽഫ്. അതായത് ട്രേഡിങ്ങിലെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഇൻഡിസിസീവ് മൂവ്മെൻറ്റ് അല്ല, അത് നിങ്ങളാണ്. നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു മാർക്കറ്റിൽ, അതാണ് നിങ്ങളുടെ ട്രേഡിങ്ങിനെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. അതായത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡറും ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ട്രേഡറും രണ്ടാളും ട്രേഡ് ചെയ്യുന്നത് ഒരേ ചാർട്ടിലാണ്, ഒരേ ഇൻഡെക്സിലാണ് എങ്കിൽ കൂടി അവിടെ രണ്ടാളുടെയും മൈൻഡ് സെറ്റും സൈക്കോളജിയാണ് വേറിട്ട് പ്രവർത്തിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവർ ഗോൾ ഈസ് നോട്ട് ടു പ്രെഡിക്റ്റ് ദ മാർക്കറ്റ് ബട്ട് ടു റെസ്പോണ്ട് ടു ഇറ്റ് വിത്ത് കൺസിസ്റ്റൻസി ആൻഡ് കോൺഫിഡൻസ്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് മാർക്കറ്റ് 100% അങ്ങോട്ടേ പോകൂ അല്ലെങ്കിൽ 100% താഴോട്ടേക്കേ പോകൂ എന്ന് പറയുന്നതല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ എഡ്ജ് വെച്ചുകൊണ്ട് മാർക്കറ്റിനെ ഫോളോ ചെയ്ത് നിങ്ങളുടെ സിസ്റ്റം വെച്ചുകൊണ്ട് ട്രേഡിംഗ് സിസ്റ്റം വെച്ചുകൊണ്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ട്രേഡിംഗിൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, ഫോർ എനിവൺ സീരിയസ് അബൌട്ട് ട്രേഡിംഗ് ലോങ് ടേം മാസ്റ്ററിംഗ് ദ മൈൻഡ് സെറ്റ് taught in the book is not negotiable. ഓക്കെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബുക്ക് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ബുക്കിൻ്റെ മലയാളം വേർഷൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ട്രേഡിങ്ങും ഇൻവെസ്റ്റിംഗും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് നോളജ് നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.